ചങ്ങായിമാരെ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താ വെച്ചാല് ഒരു പ്രയാസത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നത് ഒരു വേദന ഉള്ള ഒരു പ്രയാസമാണ്, രോഗമാണ്. അപ്പൊ അത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളും ആ ഒരു അനുഭവത്തിൽ കൂടി ഇപ്പൊ കടന്നു പോകുന്നത്. അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെയുള്ളവരെന്ന്. അപ്പോൾ ഇതെന്താ വെച്ചാല് നമ്മളെ വായിൽ പുണ്ണ് വരാന്ന് പറയും, മുറിവ്. ഇപ്പൊ നിലവിൽ എനിക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, ഇത് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞൊരു മുറിവാണ്. എന്തായാലും മാറിക്കഴിഞ്ഞാൽ അടുത്ത് വേറെ ഒന്ന് വരും. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കണം. കുറച്ച് മുമ്പ് ഇതേപോലെ തന്നെയാണ്. ഞാൻ അന്ന് യൂസ് ചെയ്തതിനെ കുറച്ച് ടൂത്ത് പേസ്റ്റുകളുണ്ട്, കമ്പനി പേരൊന്നും പറയണില്ല. സ്ഥിരമായിട്ട് അത് 10 രൂപ 20 രൂപയ്ക്ക് വിലയുള്ള ചെറിയ കമ്പനി പേരുകളൊക്കെ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയണില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വന്നിട്ടുണ്ട്. പിന്നീട് എനിക്കൊരു സാഹചര്യത്തിൽ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ കിട്ടി. അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വായിൽ മുറിവുണ്ടായിട്ടില്ല. ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പരസ്യം ചെയ്യല്ല, ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് പറയണം. ഇതൊരു മരുന്നാണെന്നല്ല പറയുന്നത്, എനിക്ക് മാറ്റം തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിലവിലിപ്പോ അത് നിർത്തിയതിന് ശേഷം എനിക്ക് വീണ്ടും പിന്നെ സാധാരണ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും ഇപ്പൊ വന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വാങ്ങാൻ പോകണം. ഓൺലൈനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാം. അതല്ലെങ്കിൽ കോട്ടക്കലെ ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞിട്ടു ഞാനവിടെ പോയിട്ട് വാങ്ങാൻ പോകണം. എന്തായാലും മുറിവ് വായിലുള്ള ആൾക്കാരൊക്കെ ഒരു പ്രാവശ്യം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിട്ടോ. ഞാനിപ്പോൾ മലപ്പുറത്താട്ടോ. മലപ്പുറത്തേക്ക് വരാനുള്ള കാരണം ഞാൻ 2 ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ സ്ഥിരമായിട്ട് വായ്പുണ്ട് വരുന്ന ആൾക്കാർക്ക് യൂസ് ആക്കാൻ പറ്റിയ ഒരു ടൂത്ത് പേസ്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ കോട്ടൊക്കെ പോയിട്ട് വാങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കോട്ടൊക്കെ എവിടെ കിട്ടാൻ എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്കൊരാൾ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ തന്നെ മെസ്സേജ് അയച്ചു, ആളെ കയ്യിലുണ്ട്, മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏതായാലും ആളിപ്പോ വരും, ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആളെത്തിയിട്ടുണ്ട്. പേരെന്തിനാ ചോദിച്ചാൽ പറഞ്ഞു. യൂസുഫ് എത്തിയിട്ടുണ്ട്. അപ്പൊ മൂപ്പര് വരുന്നത് പൂക്കൂട്ടൂരടുത്ത് അറവങ്കര. ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുള്ളൂ, ആള് പറഞ്ഞ കറക്റ്റ് ടൈമിൽ എത്തിക്കണം. അപ്പൊ ടൂത്ത് പേസ്റ്റ് ഇവിടെ ഇതിൽ കുറെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ആവശ്യം ടൂത്ത് പേസ്റ്റ് ആട്ടോ. 2 അപ്പൊ ഞാൻ ഏതായാലും 2 വാങ്ങിയിട്ടുണ്ട്. ഒന്ന് വീട്ടിൽ യൂസ് ചെയ്യാൻ, ഒന്ന് എനിക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ യൂസുഫൊക്കെ എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതൊരു വെൽനസ് പ്രോഡക്റ്റിൽപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റും കൂടിയാണ്. ഇത് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് വായിൽ പുണ്ണ് വരുന്ന ആൾക്കാർക്ക് യൂസ് ആക്കാൻ പറ്റിയ നല്ലൊരു ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുക, നമ്പറിൽ ബന്ധപ്പെട്ടോളി. നിങ്ങൾക്ക് സാധനം കൊറിയർ ആയിട്ടും കിട്ടും, അതല്ലെങ്കിൽ അടുത്താണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും കാക്ക എത്തിച്ചേരും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു 9 ഔഷധക്കൂട്ടുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഇരട്ടി മധുരം, ബബൂല്, ചുക്ക്, ടോമാർസീഡ്, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പു, ക്യാംഫർ, പുതിനയില, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇതിന്റെ ഒക്കെയും അപ്പം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പല്ല് തേക്കുമ്പോൾ എന്ത് വെച്ചിട്ട് തേക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കടുതിക്ത കഷായകം വെച്ചിട്ടാണ്, അതായത് എരിവ് ചവർപ്പ് ഉള്ള വസ്തുക്കളെ വെച്ചിട്ടാണ്. ട്വിഗ്, അതായത് മരക്കഷ്ണം വെച്ചിട്ട് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എരിവുള്ളത് വെച്ച് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എരിവുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയാസ് എപ്പോഴും വളരുന്നത് എപ്പോഴാണ്? മധുരത്തിലാണ്. ആ ഒരു മധുരമുള്ള ആ ഒരു കാലാവസ്ഥയിലാണ് അത് കൂടുതലായിട്ടും അത് വളരുന്നത്. അതിനെതിരെയായിട്ടുള്ളതാണ് കടു, എരിവ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൽ ചുക്ക്, തിപ്പലി, കുരുമുളക് ഒക്കെയും ചേർത്തിട്ടുള്ളത്. ബബൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഓരോ പല്ലിന്റെയും മോണയുടെയും ഒക്കെ സംരക്ഷണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ബബൂൽ. പുതിനയില ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇരട്ടി മധുരവും അതേപോലെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങൾ ഉള്ളതാണ്. അതേപോലെ കുറച്ചുകൂടി തൊണ്ടയ്ക്കൊക്കെ കുറച്ചുകൂടി സൂത്തനിങ് ആയിട്ടുള്ളത് ആണ്. തൊണ്ടയുടെ കർമ്മമൊക്കെ നല്ല വോയിസ് ഒക്കെ സ്വരീയമായിട്ടുള്ളതാണ്. നല്ല വോയിസ് ഒക്കെ വരുന്നതിന് സഹായിക്കുന്നതായിട്ടും കൂടി ഉള്ളതാണ്. ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് നോക്കാനുള്ളതാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. അപ്പൊ പണ്ടേ അറിയാം അല്ലെ, ഗ്രാമ്പൂ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. പല്ല് വേദനയൊക്കെ വരുമ്പോഴത്തേക്കും ഗ്രാമ്പു ചവച്ചു പിടിക്കാനായിട്ട് പറയും. അപ്പൊ എന്താണ് ഈ ഗ്രാമ്പുവിന് ഒരു ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ആണ്. അതായത് ഒരു നമ്പനെസ്, ആ ഒരു ഭാഗത്തെ മരവിപ്പിക്കാനായിട്ട് കഴിവുള്ളതാണ് ഈ ഗ്രാമ്പുവിന് ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇനാമലിനെ സംരക്ഷിക്കാനും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഡെന്റൽ പുഴുപ്പല്ല് ഒന്നും ഉണ്ടാവാതെ സംരക്ഷിക്കുന്നു. കറ പല്ലിൽ അടിഞ്ഞുകൂടാതെ സംരക്ഷിക്കുന്നു. അസഹ്യമായിട്ടുള്ള ദുർഗന്ധമുള്ള ഒരു വായ്നാറ്റം ഒന്നും വരാതെ സംരക്ഷിക്കുന്നതാണ്. അതേപോലെ പല്ലില് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്ലാക്കിഷ് ആയിട്ടുള്ളതോ ഒന്നും സ്റ്റെയിൻ ഒന്നും വരാതെ സംരക്ഷിക്കുന്നു. هذا كيف هربل داخل بيتنا فرض بچا بيبي كله كلام جيب من هذا كله ما شاء الله يعني كويس 100 اي والله. طيب അന്നത് തീർന്നു. ഏത് ആ ഹെർബലിന്റെ നിങ്ങളാണ് ഹെർബൽ? ഞാൻ ആദ്യം കൊണ്ടുപോയിരുന്നു. നല്ലതായിരുന്നു. ആദ്യ ഒരാഴ്ചത്തേക്ക് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പല്ലിന് എന്തോ വേദനയായിരുന്നു. അത് ഒരാഴ്ചയായിട്ട് തേച്ചിട്ടും മാറുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി മാറത്തില്ല. പിറ്റേ ദിവസം മുതൽ നോക്കിയപ്പം ഒരു കുഴപ്പമില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ല. അതാണ്